ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഉൾനാടൻ പച്ചപ്പു പടർന്ന ഒരു ഗ്രാമത്തിൽ അവിടെ ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണി എന്നൊരു മനുഷ്യൻ. പ്രായം തോറും കുഞ്ഞുണ്ണിയുടെ പരുഷത കൂടിവന്നു. മൂർച്ചയേറിയ നാവിൽ ആരെയും കുത്തിനോവിക്കാൻ മടിക്കാത്ത, പൊടുന്നനെ കോപം പൊട്ടിപ്പുറപ്പെടുന്ന, കള്ളം പറയാതെ ജീവിക്കാൻ അറിയാത്ത ഒരാളായി മാറി. നാട്ടുകാർ കുഞ്ഞുണ്ണിയെ ഒഴിവാക്കി തുടങ്ങി. ദുഃഖവും ഒറ്റപ്പെടലും കുഞ്ഞുണ്ണിയുടെ ഉള്ളിൽ പടർന്നുകയറി. ഇതൊക്കെ കണ്ടുനിന്ന കാർത്തി എന്നൊരു കൊച്ചു പെൺകുട്ടി കുഞ്ഞുണ്ണിയെ സഹായിക്കാൻ തീരുമാനിച്ചു. കോപത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഇരുട്ടിൽ നിന്നും അയാളെ പുറത്തെടുക്കാൻ, പ്രകാശത്തിന്റെ പാത കാണിച്ചു കൊടുക്കാൻ. പക്ഷേ ബലം പ്രയോഗിച്ച് ഒന്നും സാധിക്കില്ലെന്ന് കാർത്തിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ തോട്ടത്തിൽ പൂത്തുലഞ്ഞ ചെമ്പകപ്പൂക്കൾ പറിച്ചെടുത്ത് കുഞ്ഞുണ്ണിയുടെ വീട്ടുപടിക്കലിൽ വെച്ചു. യാതൊരു വാക്കും പറയാതെ. ദിവസവും ഇത് തുടർന്നു. കുഞ്ഞുണ്ണി കാർത്തിയുടെ ഈ പ്രവൃത്തി കാണാൻ തുടങ്ങി. പരുഷവാക്കുകൾ പറയാൻ വരുമ്പോൾ അയാളുടെ മനസ്സിൽ ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം വരും. ആ മണം ശാന്തിയും സ്നേഹവും സമ്മാനിച്ചു. ഒരു നാൾ കാർത്തി കുഞ്ഞുണ്ണിയെ തന്റെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കാണിച്ചു കൊടുത്തു ഒരു കാലത്ത് അവിടെ പൂവിട്ടിരുന്ന മരങ്ങളെല്ലാം കോടാലി കൊണ്ട് വെട്ടി നശിപ്പിച്ച കഥ. എന്നിലെ കോപം പോലെ തന്നെയായിരുന്നു അത്, കാർത്തി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ വളർത്തിയെടുക്കുന്നു, പുതിയ ജീവൻ നൽകുന്നു. ആ ദിവസം കുഞ്ഞുണ്ണി തന്റെ ജീവിതത്തിലെ വലിയ തീരുമാനം എടുത്തു. സ്വയം മാറാൻ, സ്നേഹവും നന്മയും ചേർത്ത് പുതിയൊരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാൻ. നാട്ടുകാർ അമ്പരന്നു നോക്കുമ്പോൾ കുഞ്ഞുണ്ണി കോപം കൊണ്ടല്ല, കടകളേറിച്ച ചിരിയോടെ ജോലി ചെയ്തു. അദ്ദേഹത്തിന്റെ കരുണയിൽ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. നാട്ടിലെ അകലങ്ങൾ നികത്താൻ ഓരോ പൂമുട്ടും സഹായിച്ചു. ഇതാണ് നമുക്ക് ഓർക്കേണ്ട പാഠം: ശക്തി ക്രൂരതയിലല്ല, കരുണയിലാണ്. കഠിനതയല്ല, സ്നേഹമാണ് ഹൃദയങ്ങളെ തുറക്കുന്നത്. കുഞ്ഞുണ്ണിയുടെ ജീവിതത്തിലെ ഈ മാറ്റം നമുക്കും സംഭവിക്കാവുന്നതാണ്. കഥ ഇടച്ചു നിർത്തേണ്ട, ഇനിയും കുറച്ചുകൂടി പോയാലോ? കാലം കടന്നുപോയി. കുഞ്ഞുണ്ണി മാറ്റത്തിന്റെ പ്രതിരൂപമായി മാറി. ശാന്തമായ വാക്കുകളും സഹായസ്വഭാവവും അയാളെ ജനപ്രിയനാക്കി. പിന്നെയും കൂടുതൽ പേർ കാർത്തിയുടെ പാത പിന്തുടർന്നു. കഠിനതയല്ല, കരുണയാണ് ശക്തി എന്ന തിരിച്ചറിവ് ഗ്രാമത്തിലുടനീളം പടർന്നുപോയി. ഒരു ദിവസം നാട്ടിൽ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടു. ആ നേരത്ത് എല്ലാവരും ഒന്നിച്ചു നിന്നു. കോപത്തിന്റെ ആയുധങ്ങളല്ല, സ്നേഹത്തിന്റെ കൈകളാണ് പ്രയോഗിച്ചത്. ആപത്ത് ഘട്ടത്തിൽ ചേർന്നുനിന്ന കൈകളുടെ ശൃംഖലയിൽ ആ നാട് രക്ഷപ്പെട്ടു. കഥ അവസാനിച്ചില്ല. ഓരോ മനുഷ്യനും ഒരു കൊച്ചു കുഞ്ഞുണ്ണിയാണ്. ഓരോരുടെയും ഉള്ളിൽ കോപത്തിന്റെയും നന്മയുടെയും തീക്കൊടുക്കത്തുന്നു. നമ്മൾ ഏത് തീനാളത്തിന് ഇന്ധനം നൽകുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത്. കാർത്തിയുടെ ചെമ്പകപ്പൂക്കൾ പോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തിന്റെ സുഗന്ധം പരത്താം. കുഞ്ഞുണ്ണിയുടെ മാറ്റം പോലെ നമ്മുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കാം. ശക്തി ക്രൂരതയിലല്ല, കരുണയിലാണെന്ന് ഓർക്കാം. അതാണ് ഈ കഥയുടെ ശക്തി, നമ്മുടെ ജീവിതത്തിന്റെ ശക്തി. ഇത്തരത്തിലാണ് ഈ കഥയെ വിശദീകരിക്കുന്നത്. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പ്രചോദനം നൽകുന്നില്ലേ? ഒപ്പം തികച്ചും മലയാളി പശ്ചാത്തലവും സവിശേഷതകളും കൂടിച്ചേർക്കുന്നു. Silence the angry man with love. Silence the ill-natured man with kindness. Silence the miser with generosity. Silence the liar with truth. ബുദ്ധൻ. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.